എല്ലാവർക്കും മാതാവിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്നലെ രാത്രി എനിക്ക് സംഭവിച്ച ഒരു വലിയൊരു അത്ഭുതം. ആ അത്ഭുതം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇന്നലെ രാത്രി ഞാൻ രാത്രി ഒരു 12 മണിയൊക്കെ ഞാൻ കിടന്ന് കഴിഞ്ഞ് ആ കിടക്കുന്നതിന് മുമ്പ് വരെ എനിക്ക് ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഒരു ചുമയോ ഒന്നുമില്ലായിരുന്നു. നോർമലി ഉള്ള ഞാനായിരുന്നു. പക്ഷെ കിടന്ന് കഴിഞ്ഞ ഉടനെ അങ്ങ് ചുമയ്ക്കാൻ തുടങ്ങി. ചുമ എന്ന് പറഞ്ഞാൽ ഈ സാധാ ചുമയല്ല. എനിക്ക് ചുമ എന്ന് പറഞ്ഞാൽ ഇസ്നോഫീലിയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ ചുമയാണ് വരുന്നത്. ഈ ഇപ്പോൾ ആൾക്കാർ പറയുന്ന പോലെ ഞാൻ ഈ ചെണ്ടയ്ക്ക് അടിക്കുന്ന പോലത്തെ അതുപോലത്തെ ചുമ. അങ്ങനത്തെ ഒരു ചുമ വന്ന് ഞാൻ ബുദ്ധിമുട്ടുമായിരുന്നു. അത് കുറേ ആയി. 1 മണിക്കൂറോളം ഞാൻ ആ ചുമ വെച്ച് കിടക്കുക. ചൂടുവെള്ളം കുടിച്ചു, ചുക്ക് കാപ്പി കുടിച്ചു, ഉള്ള മരുന്ന് എടുത്ത് കഴിച്ചു ചുമയുടെ. ആ മരുന്ന് കഴിച്ചിട്ട് പോലും കുറയുന്നില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും? അത് വീസിങ്, എനിക്ക് ശ്വാസം മുട്ടൽ പോലെ വീസിങ് പോലെ വന്നു. ഞാൻ എന്താ ചെയ്യും? അതൊക്കെ കാണിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ രാത്രി 12 ആയി. അങ്ങനെ ഞാൻ 12, 1 മണി ആവുമോ, ഞാനവിടെ കിടക്കാൻ പറ്റുന്നില്ല, എഴുന്നേറ്റിരിക്കുമോ ഞാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്നു കൃപാസനം ഉപ്പ് മാധവനോട് പ്രാർത്ഥിച്ച് നെഞ്ചത്തും തൊണ്ടയിലും ഒന്ന് പറ്റി വയ്ക്കാൻ പറഞ്ഞു. അതെൻ്റെ മനസ്സിൽ വന്നു. ഉടനെ തന്നെ എൻ്റെ സഹോദരി പൊന്നു എന്നോട് പറയുക, ആ കൃപാസനത്തിൽ ഉപ്പെടുത്തൊന്ന് തൂക്കാൻ പ്രാർത്ഥിച്ചിട്ട്. അപ്പം എനിക്ക് ഉറപ്പായി കൃപാസനം മതി, അത് തൂക്കാം. ഞാൻ പോയി ഉടനെ തന്നെ കൃപാസനം ഉപ്പെടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തൊണ്ടയിലും എൻ്റെ നെഞ്ചത്തൊന്ന് ഞാൻ തൂത്ത് വെച്ചു, കുരിശ് പോലെ വരച്ചു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ ഇനി ഞാനൊരു ചുമക്കരുത് എന്ന്. അത്ഭുതം എന്ന് പറയട്ടെ, ആ ഉപ്പ് ഞാൻ കുരിശ് പോലെ വരച്ചതിന് ശേഷം ഞാൻ ഒരു ചുമ പോലും ചുമച്ചിട്ടില്ല. അതെനിക്ക് പറയാൻ ഉറപ്പാണ്. കാരണം ഞാനത് നോട്ട് ചെയ്ത് വെച്ചൊരു കാര്യമാണ്. അമ്മയുടെ ആ ഉപ്പ് ഞാൻ എപ്പോഴാണോ എൻ്റെ തൊണ്ടയിലേക്ക് ഞാൻ പറ്റി വെച്ചത്, ആ നിമിഷം എൻ്റെ ആ ചുമ അമ്മ എടുത്ത് മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയുക, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ അമ്മയോട് പ്രാർത്ഥിച്ചോ. ഏതൊരു ആപത്ത് ഘട്ടമാണേലും, ഏതൊരു അസുഖ ഘട്ടമാണേലും ആ അമ്മ കേൾക്കുന്നുണ്ട്. അമ്മ നമ്മളെ രക്ഷിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചില സമയത്ത് ആലോചിക്കും ഇനി പ്രാർത്ഥിക്കുന്നതൊക്കെ കേൾക്കുമോ, നടക്കുമോ എന്നൊക്കെ. പക്ഷേ അതൊക്കെ എനിക്കൊരു മറുപടിയായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ എനിക്ക് ഈ ഒരു കാര്യമേ ഉള്ളൂ. ഞാൻ എന്താണോ പ്രാർത്ഥിച്ചത്, ഞാൻ എന്താണോ വിശ്വസിച്ച് പ്രാർത്ഥിച്ചത്, അത് മാതാവ് എനിക്ക് തന്നു. ആ ഒരു അത്ഭുതം വഴി ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ ഈ ചുമ മാറ്റി തരണേ എന്നാണ്. അത് മാതാവ് എൻ്റെ ചുമ മാറ്റി തരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിട്ട് എല്ലാവരോടും പറയാം, അത്ഭുതം അത് മാതാവിൻ്റെ തന്നെയാണ്. ഒരു മരുന്നിൻ്റെയും ഒരു കാപ്പിയുടെയും ഒന്നുമല്ല, ആ മാതാവിൻ്റെയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഇതുപോലെ എന്തെങ്കിലും മാറാത്ത അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മാതാവിനോട് ഒട്ടപ്പായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച്, കൃപാസനത്തിൽ ഉപ്പ് കയ്യിലുണ്ടെങ്കിൽ, തേനോ കയ്യിലുണ്ടെങ്കിൽ ഒന്നെടുത്ത് എവിടെയാണോ ഇപ്പം ചുമ പോലെയാണെങ്കിൽ നെഞ്ചത്തൊന്ന് തൂത്ത് കൊടുക്കുക. എന്നിട്ട് വിശ്വസിച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുക, അമ്മേ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്കിങ്ങനൊരു അസുഖം ഉണ്ടാവില്ലേ, പൂർണ്ണമായിട്ട് മാറ്റിത്തരണേ, അമ്മയുടെ കുഞ്ഞല്ലേ ഞാൻ എന്ന് പറഞ്ഞ് മാറ്റണം. മാറിയിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അമ്മയുടെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സാക്ഷ്യമായിട്ട് പറയാം എന്ന രീതിയിൽ തന്നെ ഇവിടെ ഇടാം. ഞാൻ ഈ പറയുന്നതൊക്കെ എൻ്റെ സാക്ഷ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത ആളാണ്. പക്ഷെ എനിക്കിതുവരെ സാക്ഷ്യം പറയാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തീരുമാനിച്ചത് ഇങ്ങനെ ഞാൻ എൻ്റെ സാക്ഷ്യം പറയാം. അതാകുമ്പോൾ എല്ലാവരോടും എൻ്റെ ഈ അനുഭവം ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ, അമ്മ തന്ന എന്തനുഗ്രഹം, അതൊരു ചെറിയ അനുഗ്രഹമാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും മാതാവിൻ്റെ അടുത്തൊരു അനുഗ്രഹമായിട്ട് വരുന്നത് വരെ ബൈ.